അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. യാഹേ യാഹേ അങ്ങൻ ദൈവം എന്നുമേ. യാഹേ യാഹേ അങ്ങൻ ദൈവം എന്നുമേ. അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാര്യമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ആമേൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് നമുക്കൊരു ഉറപ്പ് തന്നിട്ട് 2-ാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. നിങ്ങൾ വിലയുള്ളവരാണ്. അതെ, ഒന്ന് നമ്മുടെ അകത്ത് യേശു കർത്താവ് നമ്മുടെ മൂല്യങ്ങളെ വർദ്ധിപ്പിക്കുന്നവനാണ്. നമ്മൾ ചുറ്റുപാടുകളെല്ലാം കേട്ടേക്കുന്നത് ശപിക്കപ്പെട്ടവൻ, നശിക്കപ്പെട്ടവൻ, വിലയില്ലാത്തവൻ എന്നൊക്കെയാണ് കേട്ടേക്കുന്നത്. പക്ഷേ സകലം സൃഷ്ടിച്ച ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് എന്നെ നോക്കി പറയുക, മനുഷ്യൻ പറഞ്ഞതൊന്നും അല്ല കേട്ടോ, ലോകം പറഞ്ഞതൊന്നും അല്ല നീ കേട്ടോ, അതൊന്നും വിശ്വസിക്കരുതേ. നിന്നെ സൃഷ്ടിച്ച, നിന്നെ നിർമ്മിച്ച, നിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ, നീ ജനിക്കുന്നതിന് മുമ്പ്, നീ പിണ്ടാകാരം വരുന്നപ്പോൾ നിന്നെ കണ്ട, ലോക സ്ഥാപനത്തിന് മുമ്പേ നിന്നെ വേർതിരിച്ച ഞാൻ പറയുന്നു, യു ആർ ബ്ലെസ്ഡ്. നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. അത് പറഞ്ഞ് ഹൃദയത്തെ ബലപ്പെടുത്തിയ ശേഷം വീണ്ടും പറയുക, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ മാത്രമല്ല, നീ വിലപ്പെട്ടവനാണ്. ഒരു വാക്യമുണ്ട് പഴയ നിയമത്തിൽ, നീ വിലയേറിയവനും മാന്യനുമാണ്. ഓ, എന്തോ ഒരു വാക്കുകളല്ലേ. നീ വിലയേറിയവൻ മാന്യനുമാണ്. സ്തോത്രം. ദൈവമക്കളെ, മനുഷ്യൻ നമ്മളെ കണ്ടതുപോലെ കണ്ടാൽ, ലോകം നമ്മളെ കാണുന്ന പോലെ കണ്ടാൽ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഭൂമി പിളർന്ന് ചിലപ്പോൾ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകും. പക്ഷെ ദൈവം കണ്ടതുപോലെ നമ്മൾ കണ്ടാൽ നാശകരമായ കുഴിയിൽ നിന്നും നാം കയറി വരും, സ്വർഗത്തോളം ഉയരും. ആമേൻ. യേശു കർത്താവ് മനുഷ്യനായി ഇറങ്ങി വന്ന് തകർന്നുപോയ ജനത്തെ അടുത്ത് വിളിച്ചു പറയുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അല്പകാലം പട്ടിണി ഉണ്ടായിരിക്കും, കയറി കേൾക്കാൻ നല്ല വീട് കാണത്തില്ല, ചിലപ്പം രോഗമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ മറക്കരുത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. 2, നിങ്ങൾ വിലയുള്ളവരാണ്. 2, നിങ്ങൾ ഗുണമുള്ളവരാണ്. നിങ്ങൾ സ്വാദുള്ളവരാണ്. എന്നിട്ട് അതിനകത്ത് എന്നെ പറ്റി പറയുന്ന ചില പദങ്ങളിൽ ഒരു പദമാണ് നീ ഉപ്പാണ്. ഒരു ഉപ്പിൻ്റെ വില, അതിൻ്റെ വാല്യൂ എത്ര ഭയങ്കരമാണ്. എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലും
അതിനകത്ത് ഉപ്പെന്ന് പറയുന്നൊരു ഘടകമില്ലെങ്കിൽ അതിന് സ്വാദില്ല. ആമേൻ. എന്തുകൊണ്ട് സ്വാദ് ഉണ്ടാക്കാം എന്ന വചനം പറയുന്നത്? പറയാണ്, നിങ്ങൾ കറിയുടെയോ ഒരു ദേശത്തിൻ്റെയോ സ്വാദല്ല, അവിടെ എടുത്തു പറയും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ആമേൻ. ഓൾ നേഷൻസിന്റെ, സകല ജാതികളുടെയും ഉപ്പാണ്. ദൈവമക്കൾ ഈ ഭൂമിയിലില്ലെങ്കിൽ ഈ ഭൂമി താളം തെറ്റും. ആമേൻ. വൺ ഡേ, ഒരു ദിവസം കർത്താവിന്റെ കാഹളധ്വനിയിൽ ഈ ഭൂമിയിൽ നിന്ന് വിശുദ്ധന്മാരെല്ലാം എടുക്കപ്പെടും. അതിനുശേഷം ഭൂമി താറുമാറാകും. ആമേൻ. കാരണം ഈ ഭൂമി ഇന്ന് ഇതുപോലെ നിലനിൽക്കുന്നത് ഒറ്റ കാര്യമാണ്, ദൈവത്തിന്റെ ഉപ്പായ സഭ ആമേൻ. ഈ ഭൂമിയിലുള്ളത്. പറയാം, നിങ്ങൾ ഉപ്പാകുന്നു, നിങ്ങൾ സ്വാദുള്ളവരാകുന്നു. ഉപ്പ് എന്താണ്? സ്വാദ് വരുത്താനാണ്. ഉപ്പ് ശുദ്ധീകരിക്കാനാണ്. ഉപ്പ് കേടില്ലാതെ സാധനങ്ങളെ നിലനിർത്താനാണ്. ആമേൻ. ആമേൻ. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണെന്ന് പറയാം ഉപ്പ്. ആമേൻ. ദൈവം അങ്ങനെയാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത്. ആരൊക്കെയോ പറഞ്ഞ ഇടിച്ചു താത്ത ചില വാക്കുകൾ കേട്ട് പലയിടത്തു നിന്നും പുറകോട്ട് പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർ പറയുന്നതൊക്കെ തലയിൽ വെച്ച് മനസ്സിൽ വെച്ച് നീ മാറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടോ. ആമേൻ. അതൊന്നും അല്ല. നിന്റെ മാർക്കിട്ടേക്കുന്നത് മനുഷ്യനല്ല, നീ ആകുന്ന ആ ഇഞ്ചന്റെ മേൽ നീ ആയിരിക്കുന്ന ആ ഒരു സ്തോത്രം ദൈവത്തിന്റെ പദ്ധതിയുടെ പുറത്ത് സൈനിട്ടേക്കുന്ന ദൈവമാണ്. ആമേൻ. നീ വിലയുള്ളവൻ തന്നെയാണ്. ആമേൻ. ആമേൻ. എഴുന്നേൽക്ക്. ആരുടെയെങ്കിലും വാക്ക് കേട്ട് നീ ജീവിതം മടുക്കാതെ എഴുന്നേക്ക്. ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിലുള്ളത് ഭൂമിയുടെ അനുഗ്രഹമാണ്. നിങ്ങൾ ഈ ഭൂമിയിലുള്ളത് ദേശത്തിന്റെ അനുഗ്രഹമാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളത് കുടുംബത്തിന്റെ അനുഗ്രഹമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരും വിലയുള്ളവരും സ്വാദുള്ളവരുമാണ്. യെസ്, നിങ്ങളെ തന്നെ നിങ്ങൾ ബലപ്പെടുത്തുക, എഴുന്നേൽക്കുക. ദാവീദ് തന്നെത്താൻ ബലപ്പെട്ടു. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ തന്നെ ബലപ്പെടുത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയും. കർത്താവെ, ഞങ്ങളെ അങ്ങ് വിലയേറിയവരെ മാന്യരെ അങ്ങ് കണ്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവ്, ഈ വചനത്തിൻ്റെ മുമ്പാകെ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിക്കും. കർത്താവരുടെ ജീവിതത്തിൽ, കർത്താവരുടെ മനസ്സിലുള്ള എല്ലാ താഴ്ന്ന മനോഭാവങ്ങൾ, ലോ സെൽഫ് എസ്റ്റീം ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ മുമ്പാകെ പൊട്ടിമാറട്ടെ. കർത്താവ്, ഇവർ വിലയേറിയവരാണ്, ഇവർ മാന്യരാണ്, ഇവർ കർത്താവ് ഭൂമിക്ക് സ്വാദ് നൽകുന്നവരാണ്. ഹല്ലേലൂയ. കർത്താവ്, ഇവരുടെ മൂല്യം അങ്ങ് ഉയർത്തുന്നതിന് സ്തോത്രം ചെയ്യും. ഇവരിലൂടെ വലിയ കാര്യങ്ങൾ അങ്ങ് ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയും. യേശു, ഇവരിലൂടെ രാജ്യങ്ങൾക്കൊരു അനുഗ്രഹം വരുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദിവസത്തെ ബ്ലസ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തളർന്നുപോയ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽക്കട്ടെ. ആരുടെയൊക്കെയോ വാക്ക് കേട്ട് ചൂരച്ചെടി തണലിൽ മടുത്ത് കിടക്കുന്ന ഏലിയാവിനെ പൊക്കിയതുപോലെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്ക്. ദൂരയാത്രയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരു പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നെക്കൊണ്ട് കഴിയത്തില്ല, എനിക്ക് ഒന്നും സാധ്യമല്ല, എങ്ങനെ ഇനി രക്ഷപ്പെടാൻ പറ്റും, എൻ്റെ നല്ല സമയവും എൻ്റെ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റികളെല്ലാം പോയി, ആമേൻ എന്ന് പറഞ്ഞ് പരിതപിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുന്നു. ഞങ്ങളിവരെ ധൈര്യപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ടേ. ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.